ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അമ്മയെ കാണാൻ എത്തിയ മഹാലക്ഷ്മി അങ്ങേയറ്റം അവഹേളിച്ചുകൊണ്ടാണ് മുത്തശ്ശി സംസാരിക്കുന്നത്. വീൽ ചെയറിലിരിക്കുന്ന ഒരു പാവത്തിനെ നീ പറ്റിച്ചു അല്ലേടി? ആരടി നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ? എന്തൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും നിൻ്റെ ശരീരത്തിൽ അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാകും. പേരുദോഷം കേൾപ്പിച്ച് ഒരുത്തി എൻ്റെ തറവാട്ടിൽ കയറാൻ പാടില്ല. നിനക്ക് നിൻ്റെ അമ്മയെ കാണണമെങ്കിൽ ഇവളും ഒരു അമ്പലവാസിയാണല്ലോ, അവിടെ വെച്ചോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടോ. ഇനി മേലാൽ ഈ പടി ചവിട്ടി പോകരുത്. എൻ്റെ കുഞ്ഞിനെ ദ്രോഹിച്ചതിൻ്റെയാണ് നീ അനുഭവിക്കുന്നത്. എൻ്റെ മോളും ഉണ്ണിക്കുട്ടനും ഇപ്പോൾ സന്തോഷത്തോടെയാണ് കഴിയുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശി മഹാലക്ഷ്മിയെ കുത്തി പറയുമ്പോൾ, ഇപ്പോൾ മുത്തശ്ശി പറഞ്ഞതിനെല്ലാം മറുപടി പറയാനായിട്ട് എനിക്ക് ഒരവസരം വരുമെന്ന് മാത്രം മറുപടി കൊടുക്കുകയാണ് കേട്ടോ മഹി ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ട് മോഹിനി വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ശേഷം മോഹിനിയോടായിട്ട് മഹി പറയുന്നുണ്ട്, അമ്മയ്ക്കിനി എന്നെ കാണണമെങ്കിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നാൽ മതി. നിയന്ത്രണം വിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം നമുക്ക് തന്നെയാണ്. അനന്തുവേട്ടനും ലേഖിയും ഒക്കെ എന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത്. ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ കഴിയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് മഹി പോകുന്നു. പ്രതാപനും മേഘനുമാണെങ്കിൽ കണ്ണൻ്റെ ചങ്കാണ് അനന്തു. എന്നിട്ടും കണ്ണൻ തള്ളിക്കളഞ്ഞ മഹാലക്ഷ്മിയെ എന്തുകൊണ്ടാണ് അനന്തവും ലേഖയും വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നത് എന്നൊരു സംശയം ഉണ്ടെങ്കിലും ഒന്നും ചെയ്യാതെ തന്നെ ഇങ്ങനൊരു മുഹൂർത്തം വന്നു ചേർന്നതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ അവർ രണ്ടുപേരും. പിന്നീട് നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മിയെ കാണാനായിട്ട് അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലെത്തുന്നു. മഹി പോയതിന് ശേഷം കമലേശ്വരത്തുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം കണ്ണൻ വിശദമായിട്ട് അവരോട് പറയുന്നുണ്ട്. താനും ഞാനും വേർപിരിഞ്ഞു എന്ന് കരുതി സ്വാതിയെ എൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് മേഘൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഞാൻ വീൽ ചെയറിലിരിക്കുന്നത് സ്വാതിക്കും ഒരു പ്രശ്നമല്ല. സ്വത്തിനോടും പണത്തിനോടും മാത്രമാണ് അവർക്ക് സ്നേഹം. എല്ലാവരും ചേർന്ന് ഇപ്പോൾ എൻ്റെ മുന്നിൽ സ്നേഹം അഭിനയിച്ച് തകർക്കുകയാണെന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ, ലോകത്തെ ഇങ്ങനെയുള്ളവർ ഉണ്ടോ എന്ന് പലരും ചോദിക്കും. എന്നാൽ ഇതിനുമപ്പുറം മാരക സ്വഭാവമുള്ള ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തോ. തുടർന്ന് കണ്ണൻ പറയുന്നുണ്ട്, താൻ എത്രയും പെട്ടെന്ന് കമ്പനിയിൽ ജോയിൻ ചെയ്യണം. കമ്പനിയും ബിസിനസ്സും ഒക്കെ തൻ്റെ പേരിൽ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ തന്നോട് ആരും പറയില്ല. പിന്നെ ഉണ്ണിയുടെ ഭരണമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അനന്തു, നീ കൂടി മഹിയോടൊപ്പം പോകണം. ഇയാളെക്കുറിച്ച് ഉണ്ണി എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നീ വേണം അതിന് മറുപടി കൊടുക്കാൻ. ഇങ്ങനെയൊരു നാടകമായതുകൊണ്ട് എനിക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പോൾ നിന്നെയും മഹിയെയും ചേർത്താണ് അവർ കഥകൾ ഉണ്ടാക്കുന്നത്. അതിന് നീ തന്നെ കണക്ക് ചോദിക്കണം. മഹിയുടെ കൂടെ നീയും ഓഫീസ് കാര്യങ്ങളിൽ ഇനി നീയും ഉണ്ടാകണം എന്നെല്ലാം കണ്ണൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട് കേട്ടോ അനന്തുവിനോട്. അപ്പോൾ അനന്ത് പറയുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ കണ്ണാ? അവരെയൊക്കെ നിൻ്റെ തറവാട്ടിൽ നിന്നും അടിച്ചു ഇറക്കി വിട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ എന്നെല്ലാം അനന്ത് ചോദിക്കുന്നുണ്ടെങ്കിലും കുറച്ച് ദിവസം കൂടി ഇതിങ്ങനെയെന്ന് തന്നെ തുടരട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് താഴേക്ക് ഇറങ്ങി വരുന്ന കരുണ സ്വാതി മാഗസിൻ വായിച്ചിരിക്കുന്നത് കാണുമ്പോൾ, എന്താ സ്വാതി ഇത്? ഇങ്ങനെ മാഗസിൻ വായിച്ചിരുന്ന് സമയം കളയാതെ നീ അപ്പച്ചിയുടെ കൂടെ നിന്ന് എല്ലാം പഠിച്ചെടുക്കാൻ നോക്കൂ എന്ന് പറയുമ്പോൾ, ഞാൻ മാഗസിനിലെ സ്പെഷ്യൽ വിഭവങ്ങളുടെ റെസിപ്പിയാണ് ഏട്ടത്തി നോക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ സ്വാതി. ഇനി കണ്ണേട്ടൻ്റെ മനസ്സിൽ നിനക്ക് സ്ഥാനം കിട്ടുന്നത് നിൻ്റെ മിടുക്ക് പോലെ ഇരിക്കുമെന്നും കരുണ പറയുന്നുണ്ട്. എങ്കിലും ഇത്ര പെട്ടെന്ന് അയാൾ അവരെ മറക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് കരുണ പറയുമ്പോൾ, മോള് പറഞ്ഞത് ശരിയാണ്. അതുപോലെ ആയിരുന്നല്ലോ അവൾ അവൻ്റെ മുന്നിൽ അഭിനയിച്ച് തകർത്തത്. ഇനി ഏതായാലും അവൾക്ക് കണ്ണൻ്റെ മനസ്സിൽ സ്ഥാനമുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് ദുർഗയും പറയുന്നുണ്ട്. ഇതേസമയം കണ്ണൻ തറവാട്ടിലേക്ക് തിരികെ എത്തുന്നു. അപ്പോൾ ദുർഗ കണ്ണനോട് പറയുന്നുണ്ട്, കണ്ണാ നീ വരാൻ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. നിനക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെയാണ് സ്വാതിമോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണനെ ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുന്നു. കണ്ണനാണെങ്കിൽ അവരുടെ ഗൂഢലക്ഷ്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട്. എങ്കിലും അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. എല്ലാത്തിനും തിരിച്ചു മറുപടി കൊടുക്കാനുള്ള ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് കേട്ടോ കണ്ണൻ. അങ്ങനെ വിഭവങ്ങളൊക്കെ കാണുന്ന കണ്ണൻ, ഇതിപ്പോൾ കുറേ ഡിഷസൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ, വലിയൊരു പാചകക്കാരി ഇവിടുന്ന് പടിയിറങ്ങി പോയല്ലോ കണ്ണേട്ടാ, അതുകൊണ്ട് അവളുടെ കുറവൊന്നും കണ്ണേട്ടൻ അറിയാൻ പാടില്ല എന്ന് കരുണയും, നിനക്ക് വേണ്ടി സ്വാതിമോള് അടുക്കളയിൽ കയറി ഇതെല്ലാം ഉണ്ടാക്കിയതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് കേട്ടോ ദുർഗ. അപ്പോൾ സ്വാതിയാണെങ്കിൽ നാണത്തോടുകൂടി കണ്ണനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതേ സമയം. പിന്നീട് ഫിനാൻസിയേഴ്സിലെത്തുന്ന ഉണ്ണി മഞ്ജുവിൻ്റെ ക്യാബിനിലെത്തുകയും മഹാലക്ഷ്മിയെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും അവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നാണ് മനസ്സിലാകാത്തത്.
ആ ഒരു ചീഫ് എഞ്ചിനീയർ ഇല്ലേ ബാലചന്ദ്രൻ സാറ്, അയാളുമായിട്ടല്ലേ അവർ ചുറ്റിത്തിരിഞ്ഞിരുന്നത്. ഇനി അയാളായിരിക്കുമോ ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് ഉണ്ണി പറയുന്നത് കേട്ട് വല്ലാതാവുന്നുണ്ട് കേട്ടോ മഞ്ജു. അല്ലെങ്കിൽ ആ തോമസ് വൈദ്യൻ, അയാളുമായിട്ടും അവർക്ക് നല്ല അടുപ്പം ഉണ്ടായിരുന്നല്ലോ. എന്തായാലും ഒരു ദിവസം സത്യങ്ങളെല്ലാം മറന്നേക്കി പുറത്തു വരുമെന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, അതെ, അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഞാനും കണ്ണേട്ടനും ഏട്ടത്തിയെന്നൊക്കെ മനസ്സിൽ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. ഇതേ സമയം മഹാലക്ഷ്മിയും അനന്തവും ഒരുമിച്ച് ഓഫീസിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരെ കാണുന്നതും കണ്ണേട്ടനെ വിട്ട് നിങ്ങൾ ഇയാളോടൊപ്പം ചുറ്റിക്കറങ്ങാണോ എന്ന് ചോദിക്കുമ്പോൾ, അതിന് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, കമ്പനിയും ബിസിനസ്സും ഒക്കെ എൻ്റെ പേരിലായതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഇനി അനന്തുവേട്ടനും കമ്പനിയിൽ നിന്നോട് തുല്യ സ്ഥാനം ഉണ്ടാകുമെന്നെല്ലാം മഹി പറയുമ്പോൾ, ഇപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പായി, നിങ്ങളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഇയാളാണെന്ന് എല്ലാം ഉണ്ണി തുറന്നെടുത്ത് പറയുമ്പോൾ, പറഞ്ഞ നിമിഷം തന്നെ ഉണ്ണിയുടെ കരണടിച്ച് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അനന്തു. തുടർന്ന് ഇനി നീയും ഫിനാൻസിയേഴ്സിലേക്കോ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കോ കാല് കുത്തി പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് മഹിയും അനന്തവും കൂടി ഉണ്ണിയെ ഫിനാൻസിയേഴ്സിൽ നിന്നും ആട്ടിയിറക്കി വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ നാണം കേട്ട് ഒരക്ഷരം പോലും എതിർത്ത് പറയാൻ കഴിയാതെ ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോന്നു. പിന്നീട് മേഘൻ കണ്ണൻ്റെ മുറിയിലേക്ക് കടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരോ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന കണ്ണൻ വേഗം തന്നെ വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ട്. തുടർന്ന്, എടാ കണ്ണ, ഇതെന്ത് ന്യായ, ഇന്ന് അവളും ആനന്ദവും കൂടി ചെന്ന് ഓഫീസിൽ നിന്നും ഉണ്ണിയെ ആട്ടിയിറക്കി എന്നാണ് പറയുന്നത്. നീ ചോര നീരാക്കി ഉണ്ടാക്കി നിൻ്റെ സ്ഥാപനത്തിൽ നിന്നെ വഞ്ചിച്ചു പൊട്ടുപോയ ഒരുത്തി വേണ്ട. നീ എത്രയും പെട്ടെന്ന് അവളുമായിട്ടുള്ള ബന്ധം നിയമപരമായിട്ട് തന്നെ ഒഴിവാക്കി ഉണ്ണിയെ തിരിച്ചെടുക്കണം. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് കണ്ണ, അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ വേറെ ആരുമല്ല ആനന്ദ് തന്നെയാണെന്നെല്ലാം മേഘൻ പറയുമ്പോൾ, കണ്ണനാണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല, ദേഷ്യം വരുന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ അയാളും അനന്തവും ഓഫീസിൽ കളി തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കുക മാത്രമാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത്. ശേഷം കാണിക്കുന്നത് കരുണയും സ്വാതിയും കൂടി കണ്ണൻ പുറത്തു പോയ സമയത്ത് കണ്ണൻ്റെ മുറിയിലേക്ക് കടക്കുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മിയുടെ ആഭരണങ്ങളെല്ലാം കൈക്കലാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കേട്ടോ അവർ വരുന്നത്. എന്തായാലും മഹാലക്ഷ്മി ഇനി വരാനൊന്നും പോകുന്നില്ല, അതെല്ലാം ഇനി അവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് കരുതി കൂട്ടിക്കൊണ്ടാണ് അവരെത്തുന്നത്. അങ്ങനെ വാർഡ്രോബ് എല്ലാം തുറന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിലാണ് കരുണ ഒരു കാര്യം കാണുന്നത്. അതായത് മഹാലക്ഷ്മിയും കണ്ണനും കൂടി മൂന്നാർക്ക് പോയി എടുത്തപ്പോൾ അവരുടെ ഹണിമൂൺ ട്രിപ്പിൻ്റെ ഒരു ഫോട്ടോ അവിടെ ലാമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, വാർഡ്രോബിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഫോട്ടോ കണ്ട് കരുണ ഞെട്ടിവിറയ്ക്കുന്നുണ്ട് കേട്ടോ. കണ്ണൻ മഹാലക്ഷ്മിയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ കണ്ട് ഞെട്ടിവിറയ്ക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ ഈ ഒരു ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്